അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി അല്ലേ ഒരു ലോങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട് ഇന്ന് നമുക്ക് കുറച്ചധികം ഐറ്റംസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ പുതിയ കളക്ഷൻസിന്റെ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കുറേ ദിവസമായിട്ട് കുറച്ചധികം ഷോർട്ട് വീഡിയോസ് ആണ് ഇട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഇന്ന് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു റീസ്റ്റോക്ക് ഐറ്റം ആണ്. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മളുടെ അട്ടികൈ ഡിസൈനിൽ വരുന്ന ആ ഒരു കോൺസെപ്റ്റിൽ വരുന്ന കെമ്പിൽ വരുന്ന നെക്ലസ് ആണ്. ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഇയറിങ്ങും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ ഇയറിങ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ലസ് വിത്ത് ഇയറിങ് ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീസാണിത്. ഇതിന്റെ തന്നെ നമുക്ക് ഗ്രീനും അവൈലബിൾ ആണ്. ഗ്രീനൊക്കെ ഭയങ്കര ഭംഗിയുള്ള ഗ്രീനാണ് വരുന്നത്. ഇത് റിയൽ കെംസ്റ്റോണിൽ പ്രീമിയം കളക്ഷനിൽ വരുന്ന ഐറ്റം ആണ്. ഇതിൻ്റെ തന്നെ നമുക്ക് ലോക്കൽ ഐറ്റം ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രത്തോളം ഭംഗി വരില്ല ആ ഒരു സ്റ്റോണിനും വർക്കിനും ഒക്കെ. നമ്മൾ നേരിട്ട് കാണുമ്പോഴായാലും വെയർ ചെയ്യുമ്പോഴാണ് ഇതാണ് നല്ല ഭംഗി വരുന്ന ഐറ്റം. ആ ഒരു പ്യുവർ ആയിട്ടുള്ള സ്റ്റോൺസ് വരുമ്പോഴേ നമുക്ക് അതിൻ്റെ എലഗൻസ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ അടുത്തത് വന്നേക്കുന്ന ഒരു ക്യൂട്ട് ഐറ്റം ആണ്. ഇതും റീസ്റ്റോക്ക്ഡ് ഐറ്റം തന്നെയാണ്. ഇതിൻ്റെ നമുക്ക് ഷോർട്ട് മാത്രമായിരുന്നു നേരത്തെ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമുക്ക് ഷോർട്ടും വന്നിട്ടുണ്ട്, ഇതിൻ്റെ ലോങ്ങും വന്നിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഇയറിങ്ങും വരുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. ഭയങ്കര സിമ്പിളായിട്ട് നെക്ലസ് വെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു ഐറ്റം ആണ്. അതേപോലെ തന്നെ ഇതൊരു നോൺ ഐഡൽ ആയിട്ടുള്ള നെക്ലസ് ആണ്. അതുകൊണ്ട് തന്നെ ആർക്ക് വേണേലും വെയർ ചെയ്യാം. പിന്നെ എസ്പെഷ്യലി കിഡ്സിന് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ യൂസ് ചെയ്തു, ഒരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞു, ഇനി കുഞ്ഞിനിട്ട് കൊടുക്കാം എന്നൊരു പ്ലാൻ ഉണ്ടെങ്കിലും നമുക്ക് അങ്ങനെയും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ലോങ്ങും കൂടി ഉണ്ട്. നമുക്കിപ്പം ബ്രൈഡൽ സെറ്റിനകത്തിലൊക്കെ കുറച്ച് മിഡിൽ ഒരു സിമ്പിൾ മാല വേണം, ഒരു സെക്കൻഡ് മാല ഭയങ്കര സിമ്പിൾ വേണം എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇങ്ങനെ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അടുത്തൊരു ഐറ്റം നമുക്ക് വന്നേക്കുന്നത് AD സ്റ്റോണിലാണ്. AD സ്റ്റോണിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീസാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഷെയ്ഡാണ് ലാവൻഡർ ഷെയ്ഡ്. പൊതുവെ അങ്ങനെ കിട്ടാൻ പാടുള്ള ഒരു ഐറ്റം ആണ്. ലാവൻഡർ ഷെയ്ഡിൽ 2 ലെയറിൽ വന്നേക്കുന്ന ഒരു പീസാണ്. ഇതിൻ്റെ മിഡിലിൽ വന്നേക്കുന്ന സ്റ്റോൺ ലാവൻഡറിലാണ് വന്നേക്കുന്നത്. ബാക്കി എല്ലാം വൈറ്റ് സ്റ്റോൺ ആണ് വരുന്നത്. വൈറ്റ് AD സ്റ്റോണിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീസാണ്. നല്ല ഭംഗിയുള്ളൊരു പീസാണ്. ഇതെല്ലാം പ്രീമിയം സ്റ്റോൺസ് ആണ് വരുന്നത്. കൂടാതെ ഇതിന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇയറിങ്ങും വരുന്നുണ്ട്. ഒരുപാട് ഹെവി അല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള ഇയറിംഗ് ആണ് വന്നേക്കുന്നത്. ഈ ഒരു സെയിം ഡിസൈൻ തന്നെ നമുക്ക് മിഡിലിൽ ആ ഒരു സ്റ്റോൺ നമുക്ക് ഫുൾ വൈറ്റിൽ വരുന്ന രീതിയിലും അവൈലബിൾ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ച് കാണിച്ചു തരാം. നമ്മളിപ്പോൾ മിഡിൽ സ്റ്റോൺ മാത്രം ലാവൻഡർ ഷെയ്ഡും ബാക്കി എല്ലാം വൈറ്റും എന്നുള്ള രീതിയിലാണ് കണ്ടത്. അത് തന്നെ സെയിം നമുക്ക് മിഡിൽ സ്റ്റോണും ഫുള്ള് വൈറ്റിൽ വരുന്ന രീതിയിലും നമുക്ക് അവൈലബിൾ ആണ്. ഒരു ബ്യൂട്ടിഫുൾ ഡിസൈൻ ആണ്. ഇതൊക്കെ വരുന്നത് നമ്മളുടെ ഡയമണ്ട്സിൻ്റെ എക്സാക്റ്റ് റെപ്ലിക്ക ഐറ്റംസ് ആണ് ഈ വന്നേക്കുന്നത്. നിങ്ങൾക്ക് അതേ ഫിനിഷിങ്ങിൽ അതേ ക്വാളിറ്റിയിലൊക്കെ തന്നെ വെയർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ്. അതുകൊണ്ടാണ് ഈ പ്രീമിയം ആണെന്ന് നമ്മൾ എടുത്ത് പറയുന്ന മെയിൻ കാരണം. സ്റ്റോൺസ് ഒന്നും അങ്ങനെ ഇളകി പോവില്ല. നെക്സ്റ്റ് ഒരെണ്ണം വന്നേക്കുന്നത് ഇത് ഒറ്റ പീസാണ് വന്നേക്കുന്നത്. യൂണിക് ആയിട്ടുള്ളൊരു ഐറ്റം ആണ്. ഭയങ്കര ഷൈനിങ് ആയിട്ടുള്ള സ്റ്റോൺ ആണ് ഇതിന് വന്നേക്കുന്നത്. ഭയങ്കര നമ്മൾ ഒരു നൈറ്റ് ഫങ്ഷനൊക്കെ വിയർ ചെയ്യുകയാണെങ്കിൽ ഗൗൺസിൻ്റെ കൂടെ ഭയങ്കര ഷൈനിങ് ആണ്. അത്രത്തോളം നല്ല തിളക്കമുള്ള ഒരു പാറ്റേൺ ഉള്ള സ്റ്റോൺസ് ആണ് വന്നേക്കുന്നത്. ഇതും AD സ്റ്റോൺ തന്നെയാണ് വന്നേക്കുന്നത്. ഇതിനും വിത്ത് ഇയറിങ് വരുന്നുണ്ട്. സെയിം പാറ്റേണിൽ തന്നെ കുറച്ചൊരു ലോങ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് ഒരു ഇയറിങ് ആണ് വരുന്നത്. ആ ഒരു ലീഫ് ഡിസൈൻ തന്നെയാണ് ഇതിലും വന്നേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് AD ഐറ്റം തന്നെയാണ്. നമുക്ക് കുറച്ചധികം ലോങ് ഐറ്റംസും കൂടി ഉണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട. കുറച്ചധികം വെറൈറ്റി കളക്ഷൻസ് ആണ്, പുതിയ പുതിയ കളക്ഷൻസ് ആണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. അടുത്തത് വന്നേക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഐറ്റമാണ്. നമുക്കിങ്ങനെ സൈഡിലൊരു AD സ്റ്റോൺ വന്നിട്ട് താഴോട്ട് നമുക്കിങ്ങനെ ഒരു പെൻഡൻറ്റ് വരുന്നത്. ഇങ്ങനെ ഒരു പീസ്
എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആണ് ഈ ഒരു കൈൻഡ് ഓഫ് പാറ്റേൺ എന്ന് പറയുന്നത്. ഇതിലും നമ്മൾ ലാവൻഡർ ഷെയ്ഡ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇതിന് മുന്നേ കുറേ അധികം പീസസ് ലാവൻഡർ ഷെയ്ഡിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം സ്റ്റോക്ക് ഔട്ടാണ്. ഇപ്പോഴും ഒരുപാട് പേര് ലാവൻഡർ നമ്മൾ എടുത്ത് തിരക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടാണ് നമ്മളിത് കൊണ്ടുവന്നേക്കുന്നത്. നമ്മളിപ്പോൾ കണ്ട നെക്ക് പീസിൻ്റെ ഇയറിംഗ് ആണിത്. ഓരോ ഇയറിങ്ങും ഭയങ്കര വ്യത്യസ്തമായിട്ടാണ് വന്നേക്കുന്നത്. ഒന്നിലും റിപ്പീറ്റേഷൻ വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അടുത്തൊരു പീസ് എന്ന് പറയുന്നത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടമാവും. ഞാൻ ഇതിൻ്റെ കുറച്ച് പീസസ് അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാങ്ങേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോണം കേട്ടോ. നല്ലൊരു പീസാണേ, ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പീസാണ്. അതാ ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് അങ്ങനെ കിട്ടാത്തൊരു ഷെയ്ഡാണ്. ഡിസൈനും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. എല്ലാം കൂടെ ഒരു ക്യൂട്ട് കൈൻഡ് ഓഫ് നെക്ക് പീസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ഐറ്റം ആണിത്. ഭയങ്കര ക്യൂട്ടാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇയറിങ്ങും ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. സെയിം പാറ്റേൺ തന്നെ, നമ്മളതിൻ്റെ പെൻഡൻറ്റ് കണ്ട എക്സാക്റ്റ് പാറ്റേൺ തന്നെയാണ് ഇതിൻ്റെ ഇയറിങ്സിലും വന്നേക്കുന്നത്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഐറ്റമാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ADയിൽ കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള ഐറ്റം നമുക്ക് കാണാം. ഒരു റിസപ്ഷൻ ഫങ്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചൊരു ഗ്രാൻഡ് ആയിട്ടുള്ളൊരു വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു, അങ്ങനെയുള്ള നമുക്കൊരു കുറച്ച് ഗ്രാൻഡ് ആയിട്ടുള്ള ഫങ്ഷൻസിനൊക്കെ ഇടാൻ പറ്റിയ പീസാണിത്. ഇത് തന്നെ നമുക്ക് മജന്ത ഷെയ്ഡിലും വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ തന്നെ ഗ്രീനും നമുക്ക് അവൈലബിൾ ആണ്. ഫുള്ളി സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള അത്യാവശ്യം ഒരു മീഡിയം ഹെവിനെസ്, ഓവർ ഹെവി അല്ല, മീഡിയം ഇതിൽ വരുന്നതാണ്. അത്യാവശ്യം നമുക്കൊരു ഫംഗ്ഷനൊക്കെ വെയർ ചെയ്യുകയാണെങ്കിൽ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ളൊരു പീസാണ്. അതിൻ്റെ ഇയറിംഗ് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇയറിംഗ് ആണ്. ജസ്റ്റ് ഇതിൻ്റെ ഗ്രീനും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. സെയിം തന്നെയാണ് ഗ്രീൻ വരുന്നത്, സെയിം ഡിസൈൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂസ് ചെയ്യാവുന്നതാണ് നമ്മളുടെ ഡ്രസ്സിൻ്റെ ഷെയ്ഡ്സ് അനുസരിച്ച്. പിന്നെ ഒരുവിധം നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ പോകുന്ന കളേഴ്സാണ് നമ്മളുടെ ഈ ഒരു വൈറ്റ് പ്ലസ് ഗ്രീൻ അല്ലെങ്കിൽ വൈറ്റ് പ്ലസ് നമ്മളുടെ ഈ ഒരു മജന്ത റൂബി ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരുവിധം നമ്മളുടെ എല്ലാ ഡ്രസ്സസിൻ്റെയും കൂടി പോകുന്നതാണ്. അപ്പം ഇത് രണ്ടുമാണ് കുറച്ചൊരു ഹെവി പാറ്റേണിൽ നമുക്കിപ്പോൾ കറൻ്റ്ലി AD സ്റ്റോണിൽ വന്നേക്കുന്ന ന്യൂ സ്റ്റോക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ലോങ് ചെയിനിലോട്ട് പോകാം. ദാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ലോങ് ചെയിൻ്റെ പീസസ് ആണ് വന്നേക്കുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഐറ്റമാണ്. ഒരുപാട് പാറ്റേൺസ് നമുക്കിതിൽ കറൻ്റ്ലി അവൈലബിൾ ആണ്. എങ്കിലും ഇനിയും വെറൈറ്റീസ് വേണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അഗെയിൻ പുതിയ ലേറ്റസ്റ്റ് ട്രെൻഡ്സ് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഫിനിഷിംഗ് ആണ്. ഈ ഒരു മാലയുടെ ഫിനിഷിംഗ് ഒരു രക്ഷയില്ലാത്ത ഫിനിഷിംഗ് ആണ് ഇതിന് വന്നേക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ടൈം കാണുമ്പോൾ തന്നെ ഇഷ്ടമാവും. അത്രയ്ക്ക് ഫിനിഷിംഗ് ഉള്ള ഒരു ലോങ് ചെയിൻ ആണ് എന്ന് പറയുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചെയിനാണ്. വിത്ത് ലക്ഷ്മി ഡിസൈൻ ആണ് വരുന്നത്. എക്സാക്റ്റ് ഗോൾഡ് റെപ്ലിക്കാണ് വന്നേക്കുന്നത്. പ്രീമിയം ഫിനിഷിംഗ് ആണ്. നെക്സ്റ്റ് ഒരു പീസ് വരുന്നത്, ഇതിൻ്റെ കുറച്ചധികം പീസസ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നമ്മൾ നെക്സ്റ്റ് കൊണ്ടുവന്നേക്കുന്നത് ഒരു നോൺ ഐഡൽ ആയിട്ടുള്ള ഒരു ലോങ് ഹാരമാണ്. ഇതൊരു ഫ്ലവർ പാറ്റേണിലാണ് ഇതിൻ്റെ പെൻഡൻറ്റ് വന്നേക്കുന്നത്. 2 ലെയേഴ്സിലാണ് ഇതിൻ്റെ ചെയിൻസ് കൊടുത്തേക്കുന്നത്. നോൺ ഐഡലാണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിന് ഇയറിങ് വരുന്നത് സ്റ്റഡ് ഇയറിങ് ആണ്. നമ്മളുടെ പെൻഡൻറ്റിൻ്റെ സെയിം പാറ്റേണിലുള്ള ഇയറിങ് ആണ് വന്നേക്കുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് കുറച്ച് പാറ്റേൺസ് നമ്മൾ ഇയർ ചെയിൻസ്, നമുക്ക് കുറച്ചധികം ഇയർ ചെയിൻ കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. എങ്കിലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കുറച്ച് പീസസ് നമ്മളുടെ കളക്ഷൻസിൽ നമ്മൾ സ്റ്റോറിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വന്ന കളക്ഷൻസ് ആണ്. നിങ്ങൾക്ക് ഓൺലൈൻ കൂടെയും നമുക്കിത് വാങ്ങിക്കാവുന്നതാണ്.
ഇത് വന്നേക്കുന്നത് ഫുള്ള് സ്റ്റോൺലെസ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു പാറ്റേൺ വന്നേക്കുന്നത്. ഡാർക്ക് ആൻറ്റിക് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ഗോൾഡൻ മാറ്റ് ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. ഒരു 3 ലെയർ ഇയർ ചെയിൻ ആണിത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. അടുത്തൊരു പാറ്റേൺ വന്നേക്കുന്നത് ഒരു കാശ് പാറ്റേൺ ആണ്, പക്ഷേ ലക്ഷ്മി ഡിസൈൻസ് ഒന്നും വരാതെ പ്ലെയിൻ ആയിട്ട് വന്നേക്കുന്ന ഒരു കാശ് മോഡൽ എന്ന് നമുക്ക് പറയാം. ഇതിൻ്റെ തന്നെ നമുക്ക് മജന്ത ഷെയ്ഡ് മാത്രം അവൈലബിൾ ആണ്. പിന്നെ ഞാൻ ഈ കാണിക്കുന്ന മിക്സഡ് ഷെയ്ഡും ഇതിലും അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇയർ ചെയിനിൽ ഒരു പാറ്റേൺ കൂടിയാണ് വന്നേക്കുന്നത്. ഞാൻ ഇതിൻ്റെ മിക്സഡ് കാണിച്ചതുകൊണ്ട് തന്നെയാണ് സിംഗിൾ കാണിക്കാത്തത്. സെയിം ഡിസൈൻസ് പാറ്റേൺസ് എല്ലാം സെയിം ആണ്. ചെറിയൊരു വേരിയേഷൻ മാത്രമേ ഉള്ളൂ സ്റ്റോൺസിനകത്തിൽ വന്നേക്കുന്നത്. അടുത്തൊരു പീസ് വന്നേക്കുന്നത് ഇതും പുതിയൊരു ഡിസൈനാണ് ഇയർ ചെയിൻസിൽ വന്നേക്കുന്നത്. 3 ലെയറിൽ വന്നേക്കുന്ന ഇയർ ചെയിൻ ആണ്. അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് നമ്മളുടെ ന്യൂ അറൈവൽസിൽ വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കളക്ഷൻസും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ എന്തായാലും കൊടുത്തേക്കുക. നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള ഓർഡർ ചെയ്യാനുള്ള നമ്പേഴ്സ് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്, എങ്ങനെയാണ് യൂട്യൂബിൽ ഓർഡർ ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മളുടെ ഈ ഒരു സ്ക്രീനിൽ ഈ ഒരു സൈഡിൽ നമ്മളുടെ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതിയായിരിക്കും. അതേപോലെ തന്നെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ നിങ്ങൾക്ക് DM ചെയ്യാവുന്നതാണ്. ജെം ഫോർ ഹർ പേജ് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ലേറ്റസ്റ്റ് കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.